കൂട്ടുകാരെ, നമ്മുടെ ഓണം അങ്ങ് കഴിഞ്ഞില്ലേ? ഇനി ഓണം കഴിഞ്ഞ് അടുക്കളയിൽ എന്തു സംഭവിച്ചു എന്ന് നോക്കാം. ചിരവയ്ക്ക് പറയാനുള്ളത് കേട്ടാലോ? ഓണത്തിൻ്റെ അന്ന് അടുക്കളയിൽ എല്ലാവരും തിരക്കിലാണ്. ചിരവയ്ക്ക് സ്വൈര്യത്തോടെ ഇരിക്കാൻ പറ്റിയിട്ടില്ല. പായസത്തിനുള്ള തേങ്ങ ചിരണ്ടി ചിരണ്ടി ചിരവയുടെ കോൾഗേറ്റ് പല്ലുകൾ തേഞ്ഞു തീർന്നു. ഇനി മിക്സിയുടെ കഥ കേട്ടാലോ? രാവിലെ തൊട്ട് അലറിക്കരഞ്ഞ് മിക്സിയിൽ അരച്ചതൊക്കെ ഒലിച്ചിറങ്ങി പട്ടിപ്പണി എടുത്തുകൊണ്ടിരുന്നു. ഇനി സിങ്കിന് പറയാനുള്ളത് കേട്ടാലോ? കിച്ചൺ സിങ്കും ടാപ്പിനും ഓവർ ടൈമായിരുന്നു. പാത്രങ്ങൾ ഇടതടവില്ലാതെ കുമിഞ്ഞുകൂടി. കോപ്പിലെ ഒരു ഓണം. ഇനി കുക്കറിൻ്റെ കാര്യമോ? അവസാന ശ്വാസം വരെ വിസിലടിച്ച് നിലവിളിച്ചിട്ട് വീട്ടുകാർ പറഞ്ഞു, ഒരു വിസിൽ കൂടി അടിക്കട്ടെ എന്ന്. ഇനി അടപ്പും ഗ്യാസിനും പറയാനുള്ളതോ? നമുക്കൊന്ന് കേട്ടാലോ? അടുപ്പും ഗ്യാസ് സ്റ്റൗവും തലേന്ന് തൊട്ട് നിന്ന് കത്തി. വിറക് തീരാൻ അടുപ്പും, ഗ്യാസ് തീരാൻ ഗ്യാസ് സ്റ്റൗവും നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഫ്രിഡ്ജ് ഇതെല്ലാം കണ്ടുകൊണ്ട് ഫ്രിഡ്ജ് കുത്തിച്ചിരിച്ചു. പക്ഷേ വൈകുന്നേരത്തോടെ കഥ മാറി. പണിയെല്ലാം ചെയ്തു തീർന്ന ചിരവയും മിക്സിയും കുക്കറുമൊക്കെ കൂർക്കം ഉറങ്ങിയപ്പോൾ മറിയാമ്മയെടുത്തി ഫ്രിഡ്ജ് തുറന്നു. ബാക്കിയായ ചോറും കറികളും പായസവുമൊക്കെ പാത്രങ്ങളിലാക്കി ഫ്രിഡ്ജിൻ്റെ അണ്ണാക്കിലേക്ക് തള്ളിക്കയറ്റി. ഫ്രിഡ്ജിൻ്റെ കണ്ണു തള്ളി. വീർത്ത് പൊട്ടാറായ ഫ്രിഡ്ജ് തൊണ്ട കീറി നിലവിളിച്ച് കരഞ്ഞുകൊണ്ട്, കഴിഞ്ഞ ആഴ്ചത്തെ സാമ്പാറെങ്കിലും ഒന്നെടുത്ത് കള തള്ളേ, ഞാനൊന്ന് ശ്വാസം വിടട്ടെ. നിലവിളി കേട്ട് കണ്ണു തുറന്ന് മിക്സി പൊട്ടിച്ചിരിച്ചു. നീ തീർന്നടാ ഫ്രിഡ്ജേ, നീ തീർന്നു.